അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് നാം പഠിക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കുന്ന 10 കാര്യങ്ങൾ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് നയിക്കാം. നമ്മളെല്ലാവരും ഭയപ്പെടുന്നൊരു കാര്യം ആണ് ദാരിദ്ര്യം എത്തുക എന്നുള്ളത്. ഈ ദാരിദ്ര്യം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യം ഒഴിവാക്കാം, അതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് കസുറത്തുൻ നൗം, അധികരിച്ച ഉറക്കം. ഏത് ടൈം നമുക്ക് കിട്ടിയാലും നമ്മൾ ഉറങ്ങാൻ സമയം കണ്ടെത്തുക. ആ ഉറക്കത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറായ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഉറക്കമാണ് സുബഹിക്ക് ശേഷമുള്ള ഉറക്കം. ആ ഉറക്കം വല്ലാതെ മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് ചെന്നെത്തിക്കുന്നതാണ്. മഹദിയായ ഫാത്തിമത്തു സഹ്റ അൽ ബത്തൂൽ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് ആ ടൈമിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി വിളിച്ച് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, ഖുമി, പൊന്നുമോളെ എണീക്കു മോളെ, ഫഇന്ന അർസഖല്ലാഹി തുഖദ്ദറു ബൈന തുലൂഇൽ ഫജ്രി വ തുലൂഇശ് ശംസ്. മോളെ, അള്ളാഹു ഈ സമയം റിസ്ക് കണക്കാക്കുന്ന സമയമാണ്. സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിലുള്ള സമയം അള്ളാഹു നമ്മുടെയൊക്കെ റിസ്ക് കണക്കാക്കി ഓരോരുത്തർക്കും അത് വീതം വെക്കുന്ന സമയമാണ്. പൊന്നുമോൾ എണീക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുക. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്രിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ. സുബഹി നിസ്കാരം കഴിഞ്ഞ് നാം ഒരു ഷോപ്പ് തുറക്കുകയാണെങ്കിൽ, ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് നല്ല ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സുബഹിക്ക് ഈ സമയത്തുള്ള ഉറക്കം കൊണ്ട് ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യൂല. അതുപോലെ തന്നെ മനപ്രയാസം മാറൂല. അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നെത്തും. ഈ സമയത്തുള്ള ഉറക്കം നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രധാനപ്പെട്ട പ്രഭാതത്തിലുള്ള സമയം ശ്രദ്ധിക്കുന്നവർക്ക് വലിയ പ്രതിഫലങ്ങളാണ്. അള്ളാഹു 10 കാര്യം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ 10 ഗുണങ്ങൾ അള്ളാഹു അവന് നൽകുന്നു. ദുനിയാവിൽ 5 ഗുണം, ആഖിറത്തിൽ 5 ഗുണം. സമീഅതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വല്ലാ സ്വലാത്തൽ ഫജ്രി വജലസ ഫീ മകാനിഹി ഹത്താ തത്ലുഅ അശ്-ശംസു അഅതാഉല്ലാഹു അശറ ഹിസാൽ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഒരുത്തൻ ഫജ്ർ നിസ്കരിച്ചു, ആ സ്ഥലത്ത് തന്നെ അവൻ ഇരുന്നു, ഏതുവരെ? സൂര്യൻ ഉദിക്കുന്നത് വരെ. എന്നാലാണ് അള്ളാഹു 10 ഗുണങ്ങൾ അള്ളാഹു അവന് നൽകുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുക. രണ്ടാമത്തെ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യം അന്നൗമു ഉരിയാന, നഗ്നരായി ഉറങ്ങുക. ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ വസ്ത്രമില്ലാതെ നഗ്നരായി ഉറങ്ങുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കും. 3 അൽ അക്കുലു ജുനുബാ, ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഭാര്യഭർത്ത ബന്ധം നടത്തി ജനാപത്തുകാരനാണ്, അങ്ങനെ ആയിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക. അത് ദാരിദ്ര്യം വരുത്തി തീർക്കുന്ന ഒരു വലിയ വിപത്താണ്. അള്ളാഹുവിൻ്റെ എന്തു മാത്രമല്ല ഗൗരവമുള്ളൊരു കാര്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു ഒരു യാത്ര ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൻ്റെ അവിടെ കയറി, ഖബറിസ്ഥാനിൽ കയറി. അവിടെ ഇങ്ങനെ ഒരു ഖബറിൻ്റെ അടുത്ത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
സ്വഹാബത്തെ കിറാമും നിൽക്കുന്ന സമയം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നായ എല്ല് കടിക്കും പോലെ, പട്ടി എല്ല് കടിക്കും പോലത്തെ ഒരു സൗണ്ട് കേട്ടല്ലോ. അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സ്വഹാബത്തെ, നിങ്ങൾക്ക് ഈ ഖബറിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട് നബിയെ, നായ എല്ല് കടിക്കുന്നത് പോലെയുള്ള ഒരു സൗണ്ട് ഞങ്ങളും കേൾക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറഞ്ഞു, ഇത് ആർക്കുള്ള ശിക്ഷയാണെന്നറിയുമോ? വലിയ ശുദ്ധിക്കാരനായി ഭാര്യഭർത്ത ബന്ധം നടത്തി വലിയ ശുദ്ധിക്കാരനായി ജനാപത്തുകാരനായി കുളി പിന്തിച്ച് ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സഹോദരിമാരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശുദ്ധിയില്ലാതെ ഭക്ഷണം പാചകം ചെയ്യുക, അതൊക്കെ വലിയ ഗൗരവമുള്ള ബറക്കത്ത് അള്ളാഹു തരൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളിതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം, മനസ്സമാധാനമുള്ള ജീവിതം നയിക്കാം. അതല്ലേ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നാലാമത്തെ കാര്യം, ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന നാലാമത്തെ കാര്യം, സുപ്രഭക്ഷണ അവശിഷ്ടങ്ങൾ നിസ്സാരമാക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സുപ്രയില് നമ്മുടെ ടേബിളിൽ വീണ ഭക്ഷണം അത് നിസ്സാരമാക്കിയിട്ട് വേസ്റ്റിലേക്ക് തള്ളുക ഒരിക്കലും ചെയ്തു പോകരുത്. അതെടുത്ത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുപ്രയിൽ വീണ, ഡൈനിങ് ടേബിളിൽ വീണ ആ ഭക്ഷണം നിസ്സാരമാക്കി അങ്ങനെ വലിച്ചൊരിക്കുന്നതിന് പകരം അതെടുത്ത് അതിലെ അഴുക്കുകൾ വൃത്തിയാക്കി അതവർ തിന്നട്ടെ, അതവർ ഭക്ഷിക്കട്ടെ. ആ ഭക്ഷിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമുണ്ട്. അങ്ങനത്തെ ഭക്ഷണം നിസ്സാരമാക്കാതെ എടുത്ത് കഴുകി ഭക്ഷിച്ചാൽ അവർക്ക് വലിയ സമ്പൽ സമൃദ്ധി അല്ലാഹു നൽകും. ഞാൻ പറയല്ല, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അകല മാ യസ്കുതു മിനൽ മാഇദ ആശ ഫീ സഅതിൻ വഊഫിയ ഫീ വലദിഹി മിനൽ ഹുംക്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ആ ഭക്ഷണമെടുത്ത് വൃത്തിയാക്കി, സുപ്രയിൽ വീണ ഭക്ഷണമെടുത്ത് വൃത്തിയാക്കി എടുത്ത് ഭക്ഷിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ സമ്പൽ സമൃദ്ധി അല്ലാഹു നൽകും. ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങൾ മക്കൾക്ക് വരൂല. വലിയ ശിഫയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരാജയപ്പെട്ട ആളുകൾ മുഴുവനും പരാജയപ്പെട്ടത് ഭക്ഷണം കൊണ്ട് കളിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിസ്സാരമാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ധൂർത്ത് ചെയ്യുക. ധൂർത്തടിച്ചിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കാം. അത് ധൂർത്തടിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ദാരിദ്ര്യം വന്നുപെടും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അഞ്ചാമത്തെ കാര്യം പറയുന്നത്, ദാരിദ്ര്യമുണ്ടാക്കുന്നവ കൻസുൽ ബൈത്തി ഫിൽ ലൈൽ, രാത്രി വീടടിച്ചു വരാം. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവീകരായ ഉമ്മാമ്മമാരും വല്യമ്മമാരും വല്യപ്പമാരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ അന്ധവിശ്വാസമാണ്, ചെയ്യേണ്ട. അതൊക്കെ കിതാബിലുള്ളതാ പ്രിയപ്പെട്ടവര്. ഇതൊക്കെ ചെയ്യാതിരുന്ന് നോക്കൂ, അള്ളാഹു വലിയ അഭിവൃദ്ധി തരും, സമാധാനം തരും. നമ്മൾ വിചാരിക്കുന്നത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഇതാണ് ബറക്കത്തെന്ന്. അല്ല, മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ റാഹത്തോടെ ജീവിക്കാൻ പറ്റുക, ഉള്ളത് കിട്ടിയതിൽ നല്ല ബറക്കത്തുണ്ടായി റാഹത്തായി, അത് അള്ളാഹു നമുക്ക് നിലനിർത്തട്ടെ. ഹോസ്പിറ്റൽ കേസുകൾ ഇല്ലാതിരിക്കുക, എന്തെങ്കിലും ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാകുക, ഇതൊക്കെ ബറക്കത്തില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. 6 അത്തഹാമുനു ബിസ്സലാ, നിസ്കാരം കൊണ്ട് നിസ്സാരമാക്കുക. വാങ്ങൊടുത്ത വേഗത്തിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞു, നിസ്കരിക്കുക. അതിങ്ങനെ ആ ലാസ്റ്റ് സമയം പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ദുഹർ നിസ്കാരം ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്. ആ ദുഹർ നിസ്കാരം നമ്മൾ ആ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അസറിൻ്റെ ആ സമയത്തേക്ക് ഇങ്ങനെ പിന്തിക്കുക. ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, ആ സമയം എന്ത് തിരക്കാണെങ്കിലും ആ ളുഹറിൻ്റെ ആ സമയത്തിന് ആ ളുഹർ നിസ്കാരം അധിക സഹോദരിമാരിലും കണ്ടുവരുന്ന ഒന്നാണ്. ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ 7ാമത്തെ കാര്യം, ബറക്കത്ത് നഷ്ടപ്പെടുന്നവ തർക്കുൽ ബൈത്തിൽ അങ്കബൂത്തി ഫിൽ ബുയൂത്ത്, വീടുകളിലുള്ള
മാറാല, റൂമുകളിലൊക്കെ മാറാല കെട്ടിക്കിടക്കുന്നത് അത് നമ്മൾ നോക്കിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അത് വീട്ടിൽ നശിപ്പുണ്ടാക്കുന്ന, ബറക്കത്തില്ലായ്മ ചെയ്യുന്ന കാര്യമാണ്. 8 വഹിയാത്തത്തു സൗബി വഹു അലാ ബദനിഹി, ധരിച്ച വസ്ത്രം തുന്യ. നമുക്ക് ചിലപ്പോൾ പോകുന്ന സമയം നമുക്കൊരു ബട്ടൺസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ നിർത്തിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരാണെങ്കിൽ നമ്മൾ തന്നെ ആ സൂചി നൂലെടുത്തിട്ട് നമ്മളിത് എന്ന് തുന്നട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുന്ന, അത് ബറക്കത്തുണ്ടാവില്ല, ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അത് ആ ഡ്രസ്സ് അഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് തുന്നുകയാണ് വേണ്ടത് എന്ന് ശ്രദ്ധിക്കണം. 9-ാമത്തെ വത്തറുക്കു വസുലൽ ലവാനീ, രാത്രി പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച പാത്രങ്ങളും മറ്റൊക്കെ സമയം കുറെ കഴിഞ്ഞ് രാവിലെ കഴുകുക എന്ന് പറഞ്ഞ് സിങ്കിന് നമ്മളവിടെ കൊണ്ടുപോയിട്ടിടുക. രാവിലെ എല്ലാം കൂടി ഒരു കഴുകുന്നൊരവസ്ഥ. ഇതൊക്കെ കൂട്ടിയിട്ട് കഴുകാതെ ഉണ്ടാകുന്നൊരവസ്ഥയുള്ള വീടുകളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യൂല. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ചോരം നീരാക്കി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി കൂട്ടുകാർ, അവരവിടെ ഊണുറക്കില്ലാതെ അധ്വാനിക്കുക നമുക്ക് വേണ്ടിയിട്ട്. അവരുടെ അധ്വാനത്തിനൊരു ബറക്കത്ത് കാണണമെങ്കിൽ, ഈ ചെയ്യുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഗുണം പിടിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരിമാർ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ 10-ാമത്തെ കാര്യം വത്തുർക്കു ദുആഇ ബിൽ വാലിദൈൻ, നമ്മുടെ അപ്പ നമ്മുടെ ഉമ്മ എല്ലാ നിസ്കാര സമയം ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാം. ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാത്തവർ ഐശ്വര്യമില്ലാത്തതാണ്, ബറക്കത്തില്ലാത്തവരാണ്. നാളെ സ്വർഗത്തിലെ 2 വാതിലുകൾ, അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ ഉപ്പ, ഒരു സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ ഉപ്പയും മറുവാതിലും ഉമ്മയുമാണ്. ആ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാതിരിക്കുക, ആ ഉപ്പാക്കും ഉമ്മാക്കും ദുആ നിർത്തുക. വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞതാണ്. ഞാൻ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ദുആ നിർത്തുന്നത് ബറക്കത്തുണ്ടാവൂല. 5 വഖ്ത് നിസ്കാരത്തിന് ശേഷമെങ്കിലും ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകൾ, നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.